കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ പേരിൽ സാധാരണ കർഷകരെ ദ്രോഹിച്ചാൽ അത് അനുവദിക്കില്ലെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലെ സർക്കാർ ഭൂമിയിൽ കുരിശു സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചത്. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം നിലനിൽക്കുന്ന പ്രദേശവും കുരിശ് സ്ഥാപിച്ച സ്ഥലവും നേതാക്കൾ സന്ദർശിച്ചു. പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയ വൻകിടക്കാരെ ഒഴിപ്പിക്കണമെന്നും എന്നാൽ കയ്യേറ്റത്തിന്റെ മറവിൽ സാധാരണ കർഷകരെ ഉപദ്രവിക്കാൻ പാടില്ലെന്നും CV വർഗീസ് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണം. വൻകിടക്കാർ സർക്കാർ ഭൂമി കയ്യേറാൻ അനുവദിക്കരുത്. എന്നാൽ കയ്യേറ്റത്തിന്റെ പേരിൽ സാധാരണ ജനങ്ങളുടെ മേൽ നിരോധനാജ്ഞ അടിച്ചേൽപ്പിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ രീതിയോട് യോജിക്കാൻ കഴിയില്ലെന്നും CV വർഗീസ് പറഞ്ഞു. സ്വാഭാവികമായി ഭൂമിയുടെ ഒരു സാധൂകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം റവന്യൂ വകുപ്പ് സംയുക്തമായി പരിശോധന നടത്തിയിട്ടാണ് ജനറേറ്റ് തിരിച്ചത്. ആ ജണ്ടയ്ക്കുള്ളിൽ 1 സെന്റ് ഭൂമിയെങ്കിലും ആരെങ്കിലും അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നിഷിദ്ധമാണ്, അത് വീണ്ടെടുക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ നിരപരാധികളായ ആളുകളെ ക്രൂശിക്കാൻ പാടില്ല. പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരും പട്ടയം കൈവശമുള്ളവരും അത്തരം ആളുകളുണ്ടെങ്കിൽ അവരുടെ നിജസ്ഥിതി പരിശോധിച്ച് നിലപാടെടുക്കാൻ പാടും. നമ്മുടെ ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളെയും സാധൂകരിക്കുന്ന ചെപ്പടി വിദ്യ നമ്മുടെ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അവരനധികൃതമായ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കും. ആ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം മേഖലയിൽ അന്വേഷണം വരും, നടപടി വരും. അപ്പോൾ ആ നടപടി വരുമ്പോൾ എന്തു ചെയ്യും? അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രദേശം മുഴുവനായി നടപടിയിലേക്ക്. അതാണിപ്പോൾ പരുന്തുംപാറയിൽ വന്ന് കാണുന്നത്. വർഷങ്ങളായി തലമുറകളായി താമസമായ ഇടുക്കി ജില്ലക്കാർ. അപ്പോൾ ഇടുക്കി ജില്ലക്കാർ കയ്യേറ്റക്കാരായി വന്നിട്ടില്ല എന്നുള്ളത് തന്നെ ഇവിടെ അത് കൃത്യമായി ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നടപടി. ആരാണ് പുറത്തുനിന്ന് വന്നത് കണ്ടെത്താം. പുതിയ സ്ഥലം മേടിച്ചവരാരാണെന്ന് കണ്ടെത്താം. അതിലേക്കാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും മാറുന്നത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ജില്ലാ ഭരണകൂടം സംരക്ഷിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആരും പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയിട്ടില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. എന്നിട്ടും നിരോധനാജ്ഞയിലൂടെ ഭീതി പരത്തി പ്രദേശവാസികളെ ജില്ലാ ഭരണകൂടം ഉപദ്രവിക്കുകയാണ്. വിവേകശൂന്യമായ ഈ തീരുമാനത്തെ CPM അംഗീകരിക്കില്ലെന്നും CV വർഗീസ് വ്യക്തമാക്കി.